ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ പരിശുദ്ധ റമദാനിൽ സംഘടിപ്പിക്കുന്ന ക്വിസ് പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെയും മഗ്ഫിറത്തിന്റെയും മഹത്വത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതു മാത്രമായിരിക്കണം. ചീത്ത പ്രവർത്തനങ്ങളൊന്നും സത്യവിശ്വാസികളിൽ നിന്നുണ്ടായിക്കൂടാ. നല്ല പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി എന്ന നിയ്യത്തുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രതിഫലം നൽകും. അതാണ് ഇബാദത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നതിന്റെ താല്പര്യം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അന ഇൻദ ളന്നി അബ്ദി വ അന മഅഹു ഹീന യദ്കുറുനി. എന്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അതുപോലെയുണ്ടാകും എന്ന് വെച്ചാൽ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിച്ചു തരുന്നു. വാന മാഹു ഹൈന യദ്കുറുനി. അവൻ എന്നെ ഓർമ്മയുണ്ടെങ്കിൽ, അവൻ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ, അവൻ എനിക്ക് ദിക്ർ ചൊല്ലുന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. ഫൈൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. അവൻ സ്വയം ഒറ്റയ്ക്കിരുന്നു കൊണ്ടെന്നെ ഓർക്കുകയാണെങ്കിൽ ഞാനും തനിയെ അവനെ ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും. അവനൊരു കൂട്ടം ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് എന്നെ പറയുന്നത്, ദിക്ർ ചൊല്ലുന്നത് എങ്കിൽ അതിനേക്കാൾ ഉത്തമരായ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ വെച്ച്, സംഘത്തിൽ വെച്ച് ഞാൻ അവനെ കുറിച്ച് പറയും. വഇൻ തഖറബ ഇലയ്യ ശിബ്റൻ. അവൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്നോട് അടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ചാൺ എന്നോട് അടുത്തു വരികയാണെങ്കിൽ തഖറബ്തു ഇലൈഹി ബാൻ. അവന് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടും ദോഷങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടും ഒരു മാറ് ഞാൻ അവന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലും. വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅൻ. അവനൊരു മുഴം എന്നോടടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു മാറ് അവനോട് അങ്ങോട്ടടുക്കും. അള്ളാഹുവിനോടടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ചാൺ അടുക്കണമെന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു മുഴം അള്ളാഹു ഇങ്ങോട്ടടുക്കും. നമ്മൾ അങ്ങോട്ടൊരു മുഴം അടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാറ് അള്ളാഹു നമ്മളോട് ഇങ്ങോട്ടടുക്കും. അഥവാ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ എത്രയോ ഇരട്ടി പ്രതിഫലം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോട് അളവറ്റ രീതിയിലുള്ള കാരുണ്യം കാണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരും. വഇൻ അതാനി യംശി അതൈതുഹു ഹർവലതൻ. അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നതിനെ അള്ളാഹു വർണ്ണിക്കുന്നത്, നാം അള്ളാഹുവിലേക്ക് നടന്നാണ് ചെല്ലുന്നതെങ്കിൽ അള്ളാഹു ഇങ്ങോട്ട് ഓടി വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ രൂപത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്, അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതിഫലം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കാണിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സാമീപ്യം നമ്മളോടൊപ്പം എപ്പോഴും നൽകും. നാം അവനിഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും
അവന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശിഷ്യായി പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, നോമ്പ്, നമസ്കാരം, പരിശുദ്ധ ഖുർആൻ പാരായണം, മറ്റു പാവപ്പെട്ട ആളുകളെ സഹായിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ടു പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇന്നത്തെ ചോദ്യം: നാം അള്ളാഹുവിനോട് ഒരു ചാൺ അടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ഇങ്ങോട്ട് എത്ര അടുക്കും എന്നാണ് പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.